നമസ്കാരം, മീഡിയ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. മണ്ണങ്കാവിലെ മാലിന്യ സംസ്കരണ കേന്ദ്രത്തിലെ തീപിടുത്തം. രോഗികളായവരെ പരിശോധിക്കുന്നതിനായി ആരോഗ്യവകുപ്പ് നടപടി തുടങ്ങി. ജനവാസ കേന്ദ്രത്തിൽ ഒരു പ്രദേശത്തെയാകെ രോഗികളാക്കിയ നടുവണ്ണൂർ മന്തങ്കാവിലെ മാലിന്യ സംസ്കരണ കേന്ദ്രം അടച്ചുപൂട്ടണമെന്ന ആവശ്യം ശക്തമാവുന്നതായി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുജ പറഞ്ഞു. ഇത് CP എന്റർപ്രൈസസ് എന്ന ഒരു സ്ഥാപനമാണ്. നടുവണ്ണൂർ ഗ്രാമപഞ്ചായത്തിൽ 17-ാം വാർഡിൽ ഒരു 3-3.5 വർഷത്തോളമായി പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയാണ്. അനധികൃതമായിട്ടാണ്. കാരണം ഇത് വ്യവസായ ഇപ്പ് നേരിട്ട് ഇപ്പോൾ കൊടുക്കുകയാണ്. പഞ്ചായത്തിന് അതിന് പെട്ടെന്ന് ഇടപെടാനുള്ള ഇതില്ല. 3.5 വർഷത്തിന് ശേഷം മാത്രമേ പഞ്ചായത്ത് അതിനൊരു ലൈസൻസ് കൊടുക്കുകയുള്ളൂ. K-SWIFT പ്രകാരമാണ് അവരിത് ഈ ഒരു അപേക്ഷ കൊടുത്തിട്ട് സംരംഭം തുടങ്ങിയത്. അപ്പോൾ നമുക്കത് പഞ്ചായത്തിൽ നിന്ന് നേരത്തെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ അത് നേരത്തെ തന്നെ ഒരു ഇടപെട്ട് അത് ചെയ്ത്, പക്ഷേ ഒരു പ്രദേശത്ത് മൊത്തം ചൊറിയും പ്രശ്നങ്ങളൊക്കെ ആയ സമയത്താണ് ഇതിൻ്റെ ഉള്ളിൽ നടക്കുന്നത് പ്ലാസ്റ്റിക് സംസ്കരണമാണ് എന്നുള്ളത് മനസ്സിലാക്കി. കഴിഞ്ഞ ഭരണസമിതി അംഗം തന്നെയാണ് ഞാൻ. ആ സമയത്ത് ഞാനും ഈ നിൽക്കുന്ന ആളുകളും എല്ലാവരും കൂടി സമരം ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഏറ്റവും മുന്നിൽ നിന്ന് ഞങ്ങൾ പ്രവർത്തിച്ച് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടും ഞങ്ങൾക്കിത് നിർത്തി വെപ്പിക്കാനായിട്ടില്ല. ഇപ്രാവശ്യം നടുവണ്ണൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡൻ്റായി വന്നതിന് ശേഷം പിന്നെയും സമരങ്ങളുമായിട്ട് മുന്നോട്ട് പോകാനും ഇതൊരു കേസ് കൊടുത്ത് നിർത്തലാക്കേണ്ട രീതിയിലേക്കൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യമുള്ള ഈ ഒരു കേസ് ഇപ്പോൾ ഞങ്ങൾ 6 ആളെ പേരിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഒരു 5-ാം തീയതി രാത്രി 11:30 മണിക്ക് ശേഷം എൻ്റെ വീട്ടിലേക്ക് കല്ലേറ് കമ്പനീൻ്റെ സുബേറിൻ്റെ കമ്പനിയിൽ നിന്ന് ഏറ് വന്ന്, ആ സമയത്ത് എൻ്റെ മക്കൾ മാത്രമായിരുന്നു വീട്ടിലുണ്ടായിരുന്നു. ഉറങ്ങിക്കിടക്കുന്ന മോളാണ് സൗണ്ട് കേൾക്കുന്നത്. പേടിച്ചുണർന്ന് മോനോട് വിളിച്ച് കാര്യം പറഞ്ഞ് പുറത്തിറങ്ങി നോക്കുമ്പോൾ ഒന്നും കണ്ടില്ല. 12 മണിയായി. ഞാനൊരു പരിപാടിക്ക് പോയിട്ട് വീട്ടിലെത്തുമ്പോൾ മോനാണ് കാര്യങ്ങളൊക്കെ പറഞ്ഞത്. അപ്പോൾ തൊട്ട് മുറ്റത്ത് തന്നെ ഒരു വീട്ടിൽ ഷെഡ് താമസിക്കുന്ന ഒരു രാജീവ് എന്ന് പറഞ്ഞ ആളുണ്ട്. ഒരൊറ്റയ്ക്ക് ആയതുകൊണ്ട് ഞാൻ മുറ്റത്ത് ലൈറ്റ് ഇട്ട് വെക്കാറുണ്ട്. അപ്പോൾ അവിടെ നിന്ന് കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു കേട്ട് അപ്പോൾ കമ്പനിയിൽ നിന്ന് സൗണ്ട് കേൾക്കുന്നത്. അപ്പോൾ ഞാൻ സ്വാഭാവികമായിട്ട് എന്താണ് സൗണ്ട് കേട്ടതെന്നുള്ളത് നോക്കുമ്പോൾ 3ാമത് ഏറ് ശരിക്ക് വരുന്നതായി ഒരു സൗണ്ട് കേൾക്കുകയാണ്. അപ്പോൾ എന്നോട് ഭർത്താവ് പറഞ്ഞ് കല്ലിൻ്റെ ഏറാണ് വരുന്ന സുജ മാറുന്നതാണ്. അപ്പോൾ പിന്നെ ഞാൻ അതൊന്നും നോക്കിയില്ല. ഞാൻ മുന്നിലെ വശത്തേക്ക് തെക്ക് ഭാഗത്തുനിന്ന് മുറ്റത്തേക്ക് ഓടിപ്പോയി. അപ്പോൾ കല്ല് എവിടെയാണ് പോയി വീണതെന്ന് എനിക്ക് മനസ്സിലായില്ല. പക്ഷേ മോള് ഉറങ്ങിക്കിടക്കുന്നത് പിന്നെ ഒച്ച ഉണ്ടാക്കി, അമ്മയെ ജനൽ പൊട്ടിയെന്ന് തോന്നുന്നു, എന്തോന്ന് വന്ന് ഏറ് കണ്ട പോലെ ഉണ്ട് കരഞ്ഞ്. അപ്പോൾ ഞാൻ വേഗം മുന്നിൽ വശത്ത് വന്ന് അകത്തേക്ക് ഓടി കയറി നോക്കുമ്പോൾ ജനലിൻ്റെ പാളി കുറച്ച് സിമെൻറ്റിൻ്റെ ഇളകി താഴെ വീണ്. അപ്പോൾ എന്തായാലും എവിടെയോ ഏറ് കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലായി. അപ്പോൾ ഞാനിത് പറഞ്ഞതിൻ്റെ ഭാഗമായിട്ട് മോനും എൻ്റെ ഭർത്താവും കൂടി പെട്ടെന്ന് തന്നെ വണ്ടി എടുത്ത് കമ്പനീൻ്റെ മുന്നിലേക്ക് പോയി. 12 മണി ആയതുകൊണ്ട് അയൽവാക്കക്കാരൊക്കെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനും മോളും കൂടി അങ്ങോട്ട് പോയി. പേടിയായി, എന്തെങ്കിലും പ്രശ്നമാവുമോ, എന്തായാലും പണിക്കാരവിടെ ഉണ്ട്, ഓടിക്കയറുമോ എന്നൊക്കെ ഉള്ളൊരു പേടി എനിക്ക്. സ്വാഭാവികമായിട്ടും വീടിനൊക്കെ എറിഞ്ഞായിട്ട് വെക്കുമ്പോൾ അങ്ങോട്ട് പോകാൻ ചാൻസ് ഇല്ല എന്നുള്ളതുകൊണ്ട് പെട്ടെന്ന് തന്നെ തൊട്ട് മുറ്റത്തുള്ള ബന്ധുവാണ് രാജേട്ടനെ വിളിച്ച്, ഒരു കെയർഫെഡിൽ വർക്ക് ചെയ്യാണ്. ഒരു അതിനുശേഷം അനിയെ ബിജുവിനെ വിളിച്ച്, അങ്ങനെ പിന്നെ തൊട്ടിപ്പുറത്ത് ഒരേട്ടനുണ്ട് വിജയേട്ടൻ, എല്ലാവരും വന്ന് പിന്നെ മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞുകൊണ്ട് പ്രവർത്തകർ തുരുത്തിമുക്ക് തന്നെ ഉണ്ടായിരുന്നു. ഓരെയും വിളിച്ച് അങ്ങനെ അവരൊക്കെ വന്ന് പിന്നെ പണിക്കാരവിടെ ഉണ്ടായിരുന്നു. എൻ്റെ ഭർത്താവ് അപ്പുറത്തെ സൈഡിൽ കൂടി പോയി നോക്കുന്ന സമയത്ത് അവർ സൗണ്ട് ഉണ്ട്. ആളെ സൗണ്ട് കേട്ട സമയത്ത് ലൈറ്റ് ഓഫാക്കി ആ ഭാഗത്തുള്ള പിന്നെ ഇവർ പുറത്തിറങ്ങുന്നില്ല. ഇവർ അതിലെ തന്നെ ഒരു റൂമിലേക്ക് കയറിപ്പോയി. അപ്പോൾ കുറച്ച് സമയം അവിടെ നിന്ന് പ്രവർത്തകരോട് ഞാൻ പറഞ്ഞു, നിങ്ങൾ ഇവിടെ നിൽക്ക്, ഞങ്ങൾ എന്തായാലും എവിടെയാണോ പ്രശ്നം പറ്റിയെന്നുള്ളതൊന്ന് നോക്കട്ടെ, എന്തായാലും എനിക്ക് കേടുപാട് പറ്റിയിട്ടുണ്ടോ നോക്കി വരാം. അപ്പോൾ ആ സമയത്ത് ഞങ്ങൾ പോയി നോക്കുന്ന സമയത്താണ് സിമെൻറ്റ് ജനലാണ്. എൻ്റെ സൈഡിൽ ഗ്ലാസ്സിലല്ല കൊണ്ടത്, എൻ്റെ അരികിൽ കട്ടിലേൻ്റെ ഭാഗത്ത് ആ സിമെൻറ്റൊക്കെ കോൺക്രീറ്റൊക്കെ പൊട്ടി കീറിപ്പോയിട്ടുണ്ട്. ആ സമയത്ത് തന്നെ പേരാമ്പ്ര പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുത്ത്, പേരാമ്പ്ര പോലീസ് പരാതി കൊടുത്ത് ആ സമയം ഒരു 2-2:30 ആയപ്പോൾ പോലീസ് വന്ന് വീട്ടിൽ വന്ന് കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് പിറ്റേന്ന് അവിടുന്ന് പോലീസ് SI പറഞ്ഞു വിട്ട്. പക്ഷേ ആ SI പറഞ്ഞു വിട്ട പ്രകാരം വീട്ടിൽ വന്നിട്ട് ഞങ്ങളോട് ചോദിക്കുന്നത് ഇങ്ങനെ താമസമുള്ള സ്ഥലത്ത് ഇത് തുടങ്ങാൻ പറ്റുമോ എന്നുള്ളതാണ്. SI ഹരിദാസ് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ് ഇതെങ്ങനെയാണ് കിട്ടിയെന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞ് ഈ അടുത്തടുത്ത് ഇങ്ങനെ വീടുണ്ടെങ്കിൽ ഇങ്ങനെ കൊടുക്കാൻ പാടുണ്ടോ എന്നുള്ളത്
ചോദിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേങ്കിൽ ഞാൻ അന്നേരം ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇവർ അനധികൃതമായിട്ടാണ് ഈ കഴിഞ്ഞ പ്രാവശ്യം തൊട്ട് ഇങ്ങനെ പ്രയാസം അനുഭവിക്കുന്നത്. ഞങ്ങൾക്ക് എല്ലാവർക്കും ചോറിയാണ്, അലർജിയാണ്, ശ്വാസം മുട്ട് പ്രശ്നങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എന്നിട്ട് ഇവരൊരു മാനസിക പരിഗണന പോലും തരാണ്ട് ഇത് പ്രവർത്തിച്ച് പോവുകയാണ് ഉണ്ടായതെന്നുള്ളത് ഞാൻ ആ സമയത്ത് പറഞ്ഞിട്ടുണ്ട്. രാത്രിയിൽ മാലിന്യമിറക്കാൻ വന്നവരെ ചോദ്യം ചെയ്തപ്പോൾ വൈസ് പ്രസിഡന്റ് സുജിയടക്കം സുജിത ചാലിൽ, ശശി, സത്യൻ, സജീവൻ എന്നിവരെ ആക്രമിക്കുകയും കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയും തേടിയിരുന്നു. വീട്ടിൽ വന്നിട്ട് ഞങ്ങളോട് ചോദിക്കുന്നത് ഇങ്ങനെ താമസമുള്ള സ്ഥലത്ത് ഇത് തുടങ്ങാൻ പറ്റുമോ എന്നുള്ളതാണ് SA ഹരിദാസ് എന്നാണ് ചോദിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞ് ഇതെങ്ങനെയാണ് കിട്ടിയെന്നൊക്കെ ചോദിക്കുക. അപ്പം ഞാൻ പറഞ്ഞ് ഈ അടുത്തടുത്ത് ഇങ്ങനെ വീടുണ്ടെങ്കിൽ ഇങ്ങനെ കൊടുക്കാൻ പാടുണ്ടോ എന്നുള്ളത് ചോദിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേങ്കിൽ ഞാൻ അന്നേരം ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇവർ അനധികൃതമായിട്ടാണ് ഈ കഴിഞ്ഞ പ്രാവശ്യം തൊട്ട് ഇങ്ങനെ പ്രയാസം അനുഭവിക്കുന്നത്. ഞങ്ങൾക്ക് എല്ലാവർക്കും ചോറിയാണ്, അലർജിയാണ്, ശ്വാസം മുട്ട് പ്രശ്നങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എന്നിട്ട് ഇവരൊരു മാനസിക പരിഗണന പോലും തരാണ്ട് ഇത് പ്രവർത്തിച്ച് പോവുകയാണ് ഉണ്ടായതെന്നുള്ളത് ഞാൻ ആ സമയത്ത് പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം പിന്നെ പത്രത്തിൽ പരസ്യം കൊടുത്തു, മനോരമ പത്രത്തിൽ ഒരു ന്യൂസ് വന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് മുഖ്യമന്ത്രിക്ക് അതേപോലെ പട്ടികജാതി കമ്മീഷന് ഒക്കെ പരാതി കൊടുക്കുന്നുള്ള അത് പറഞ്ഞ് അന്ന് രാവിലെ ന്യൂസ് വന്ന് 1 മണിക്ക് ശേഷമാണ് തീപിടിക്കുന്നത്. തീപിടിക്കുന്നത് വെച്ചാൽ 3.5 വർഷത്തോളമായിട്ട് പിന്നെ പ്ലാസ്റ്റിക്കുകൾ തരം തിരിച്ചിട്ട് അതിൽ നിന്ന് വേർതിരിച്ചിരുന്ന പ്ലാസ്റ്റിക് മാലിന്യം ഒന്നും ചെയ്യാൻ പറ്റാത്ത എങ്ങോട്ടാണ് കയറ്റി അയക്കുകയാണെങ്കിൽ അതിന് അത്രയും പൈസ ചിലവഴിക്കണം. റിജക്റ്റ് വേസ്റ്റ്. കാരണം നല്ല വേസ്റ്റുകളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, പ്ലാസ്റ്റിക് ഉപയോഗിക്കാൻ പറ്റുന്നത്, വിൽക്കാൻ പറ്റുന്ന സംഭവങ്ങളൊക്കെ നല്ല ഗോഡൗണിലേക്ക് മാറ്റിയിട്ടുണ്ട്. പിന്നെ ഈ മാലിന്യങ്ങൾ കൂട്ടിയിട്ടിട്ട് മഴ പെയ്ത സമയത്ത് കൊതുക് വന്നിട്ട് ഹെൽത്തിൽ ഞാൻ പരാതി കൊടുത്തിട്ട് ഹെൽത്ത് സ്റ്റാഫുകൾ വന്ന് നോക്കിയതിൻ്റെ ഭാഗമായിട്ട് ഇവർ പറഞ്ഞ് ഇത് നിങ്ങൾ നനയാൻ പാടില്ല, കൊതുക് വന്നാൽ പ്രശ്നമാണെന്ന് പറഞ്ഞിട്ട് ഇതേപോലെ ഷീറ്റിട്ടിട്ട് ആംഗ്ലർ അടിച്ച് ഷീറ്റിട്ട് കയറിട്ട് കെട്ടിയ ആ ഒരു കൂട്ടിയിട്ട മാലിന്യ കൂമ്പാരത്തിനാണ് തീ പിടിച്ചത്. പിന്നെ അതുമാത്രമല്ല, ഇതുവരെ എൻ്റെ വീടിൻ്റെ വാർപ്പിൻ്റെ മോൾ നോക്കിയാൽ കാണാം CCTV ശരിക്കും കത്തി നിൽക്കുന്നത് കാണായിരുന്നു. ഇപ്പോൾ ഇത് ഏറുണ്ടായതിന് ശേഷം ചോദിച്ച സമയത്ത് പറയുന്നത് ആ CCTV വർക്കല്ലാണ്. ഇപ്പോൾ ഇന്നലെ പോലീസുകാരോട് ഞാൻ പറഞ്ഞ് ഇതിൽ CCTV ചെക്ക് ചെയ്യാൻ പറഞ്ഞപ്പോൾ പറഞ്ഞ് അത് ഡെമ്മി ആയിരുന്നു. അപ്പോൾ ഇത്രയും നാൾ കത്തിക്കൊണ്ടിരുന്ന CCTV ഊരി മാറ്റിയിട്ട് ഡെമ്മിയായ CCTV വെച്ചിട്ട് ആളുകളെ പറ്റിച്ചുകൊണ്ട് ഇപ്പോൾ ഇതിൻ്റെ തീപിടുത്തത്തിൽ ഞാൻ മനസ്സിലാക്കുന്ന നല്ല കള്ളത്തരം നടന്നിട്ടുണ്ട് എന്നുള്ള. കാരണം അവിടെ പിന്നെ കൊൾക്കിണറുണ്ട്, തീപിടിച്ചിട്ട് അത്യാവശ്യം സുരക്ഷാ സൗകര്യങ്ങളൊന്നും അവിടെ ഇല്ല. ഇത്രയും വലിയൊരു സംസ്കരണ പ്ലാന്റായിട്ട് വെള്ളത്തിന് ഉള്ള ഒരു ഇതില്ല. മോട്ടർ ഊരിയിട്ടിട്ടുണ്ട് എന്നുള്ള പറഞ്ഞു. ഉള്ളിൽ കയറിയ ആളുകൾ പറഞ്ഞത് പിന്നെ അത്രയും വെള്ളം അടിച്ചിട്ട് ആ ടാങ്ക് നിറഞ്ഞൊഴുകുന്ന ഞാൻ കാണലുണ്ട്. അപ്പം അത്രയും വെള്ളം അവിടെ ഉണ്ടായിട്ടും അവിടത്തേക്ക് അന്നൊരു വെള്ളം എടുക്കാൻ കാരഫഡിലെ വെള്ളമാണ് എടുത്തത്. എന്നിട്ട് പിറ്റേ ദിവസം കാരഫഡിൽ വെള്ളം ഇല്ലാണ്ടായി. അത്ര പോലും എല്ലാ നല്ലോണം നീക്കുപോക്ക് നടന്ന് നല്ല കാര്യങ്ങൾ ഓർക്ക് വേണ്ടിയ കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചുകൊണ്ട് കള്ളത്തരത്തിൽ കൂടി തന്നെ ഈ പ്ലാന്റിൻ്റെ ഉടമ എനിക്ക് തോന്നുന്നു ബംഗാളികളെ വെച്ചിട്ട് കത്തിക്കായിരിക്കും ചെയ്തത്. കാരണം പിന്നെ പോലീസുകാർ ആ പേരാമ്പ്ര പോലീസ് വന്ന് ചോദിച്ച സമയത്ത് വീട്ടിലേക്ക് ഇന്ന കാര്യം ചോദിച്ചപ്പം പറഞ്ഞു വെച്ചാൽ പിന്നെ എന്താ പറഞ്ഞേ, ഇവിടുത്തെ ബംഗാളികൾക്ക് എൻ്റെ വീടിൻ്റെ മുറ്റത്തുനിന്ന് കല്ലേറ് വന്നിട്ട് കാലിന് കൊണ്ടിട്ട് മുറിഞ്ഞതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടുന്ന് കല്ലേറ് അങ്ങോട്ട് എറിഞ്ഞിരുന്നത്. അപ്പോൾ എറിഞ്ഞത് ഈ ഹരിദാസ് എന്ന് പറയുന്ന SIൻ്റെ മുന്നിൽ നിന്നാണ് ഈ സുബേർ പറയുന്നത്. എറിഞ്ഞിട്ടുണ്ട് എൻ്റെ പണിക്കാരൻ്റെ കാല് മുറിഞ്ഞിട്ടാണ്. അപ്പോൾ ഞാൻ അയാളോട് ചോദിച്ചു ചൂടായ സമയത്ത്, അപ്പോൾ എൻ്റെ വീടിന് കല്ല് ഏറ് കൊണ്ടത് മോള് ഉറങ്ങിക്കിടക്കുന്നതിൽ എറിഞ്ഞതൊക്കെ പിന്നെ അതൊന്നും നല്ല കാര്യമാണോ എന്ന് ചോദിച്ചു. ഓരോ ഗേറ്റുമ്മ തൊട്ട സമയത്ത് എൻ്റെ മുതലാണ് അതിൽ സജി തൊടണ്ടാന്നുള്ളത്. അപ്പം ഞാൻ ചോദിച്ചു എൻ്റെ വീട് അപ്പോൾ എറിഞ്ഞതും പ്രശ്നങ്ങളൊന്നും നിങ്ങൾക്ക് ബാധിക്കൂലേ? അതുപോലെ തന്നെ നിങ്ങളെപ്പോലെ തന്നെ പ്രയാസങ്ങൾ ഞങ്ങൾക്ക് ഉണ്ടെന്നാണ്. ഒരു ഗേറ്റിൽ തൊടാൻ പറ്റൂല, നമ്മളെ വീട് എറിഞ്ഞു പൊട്ടിക്കുകയും ഒക്കെ ചെയ്യാം. ഇത് എന്താണ്, ഇത് ആരാണ് ഇതിൻ്റെ പിന്നിൽ ഇയാൾക്ക് എല്ലാ സഹായവും ചെയ്തു കൊടുക്കുന്നുള്ള നമുക്കറിയില്ല. നാട്ടുകാർ ഒന്നടങ്കം പ്രശ്നത്തിലാണ്. എല്ലാവർക്കും ചോറി പ്രശ്നവും പരാതിയായിട്ട് ഒരുപാടായി. ഇന്നിപ്പം ഹെൽത്ത് സ്റ്റാഫ് മുഴുവൻ ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ പഠിക്കുന്ന മക്കൾക്ക് തീർത്തും ചോറിയാണ്. ഹെൽത്ത് സ്റ്റാഫ് ഇപ്പം കട്ട് മുഖത്തും ഒരുപാട് ശരീരത്തിൽ പല ഭാഗങ്ങളിലായിട്ട് ചോറിയും പ്രശ്നങ്ങളുമായിട്ട് കഴിയുകയാണ്.
കഴിഞ്ഞ ദിവസം സംസ്കരണ കേന്ദ്രത്തിന് തീപിടിച്ചതോടെയാണ് പ്രദേശവാസികൾക്ക് പുകയും കത്തിക്കരിഞ്ഞ പ്ലാസ്റ്റിക്കിന്റെ മണവും കാരണം സമീപവാസികൾ ദുരിതത്തിലായത്. തുടർന്ന് സമീപത്തെ 15ഓളം കുടുംബങ്ങളെ മദ്രസയിലും ബന്ധുവീടുകളിലും താമസിപ്പിച്ചു. സമീപത്തെ മദ്രസയിലാണ് പരീക്ഷ എഴുതേണ്ട വിദ്യാർത്ഥികളടക്കം താമസിക്കേണ്ടി വരുന്നത്. ചൊറിച്ചിലും ശ്വാസമുട്ടും അനുഭവപ്പെട്ടവരെ നടുവണ്ണൂർ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ചിത്രയുടെ നേതൃത്വത്തിൽ പരിശോധന നടത്തി. HI ജിതേഷ് കുമാർ, JHI അനുശ്രീ KP, LHI ബിനകുമാർ PV, MLSP നേഴ്സ് അനു അഞ്ജലി, ഹരിനന്ദന എന്നിവർ നേതൃത്വം നൽകിയതായി HI പറഞ്ഞു. ഉച്ചയ്ക്ക് ശേഷം നടുവണ്ണൂർ മണ്ണങ്കാവിലുള്ള പ്ലാസ്റ്റിക് വേസ്റ്റ് സംഭരണ കേന്ദ്രത്തിൽ തീപിടുത്തമുണ്ടായത് അറിഞ്ഞ ഉടനെ തന്നെ ആരോഗ്യവകുപ്പിൻ്റെ സംഘം ഞങ്ങൾ സ്ഥലത്തെത്തുകയും ഇതിൻ്റെ എഫക്റ്റഡായ വീടുകളിലുള്ള മുഴുവൻ ആളുകളെയും എത്രയും പെട്ടെന്ന് തന്നെ ഗ്രാമപഞ്ചായത്ത് ഒരുക്കിയിരിക്കുന്ന ക്യാമ്പ് സൈറ്റിലേക്ക് മാറ്റുന്നതിന് നേതൃത്വം കൊടുത്തു. അന്ന് ഏകദേശം 9 ഫാമിലികളിൽ 45 പേരാണ് ക്യാമ്പിലേക്ക് അന്ന് മാറാൻ തയ്യാറായത്. അതിൽ SSLC പഠിക്കുന്ന പരീക്ഷ എഴുതുന്ന കുട്ടികൾ ഉൾപ്പെടെ ഉള്ളവരുണ്ടായിരുന്നു. ഇന്നലെ 9-ാം തീയതി രാവിലെ തന്നെ ഞങ്ങൾ നടുവൂർ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ചിത്ര മുകുന്ദൻ്റെ നേതൃത്വത്തിൽ ഇവിടെ ഒരു മെഡിക്കൽ ക്യാമ്പ് ഏർപ്പാട് ചെയ്തു. ഇവിടെ മുഴുവൻ ആളുകൾക്കും പരിശോധന നടത്തി. നേരത്തെ തന്നെ ഇതിൻ്റെ അലർജി മൂലമുള്ള ചൊറിച്ചിലും മറ്റുമുള്ള ആളുകളും അല്ലാതെ തന്നെ ഈ ടോക്സിക്കായ വായു ശ്വസിച്ചതിൻ്റെ ഭാഗമായി ഉണ്ടായ ശ്വാസതടസ്സം അതുപോലെ തന്നെ മറ്റ് ബുദ്ധിമുട്ടുകളുള്ള ആളുകൾക്ക് പ്രാഥമികമായ ചികിത്സ നൽകി ആണുണ്ടായത്. ഇന്നിപ്പോൾ വീണ്ടും ഞങ്ങൾ അവരെ ഫോളോ അപ്പ് നടത്താൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അവരിൽ പലർക്കും ഇങ്ങനെ ദീർഘകാലമായി ഇതിൻ്റെ ബുദ്ധിമുട്ടുകളുണ്ടായതിൻ്റെ ഭാഗമായി ചൊറിച്ചിലൊക്കെ ഉള്ളത് ശ്രദ്ധയപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഡെർമറ്റോളജി ഒരു ഡോക്ടറെ ലഭ്യമാക്കുന്നതിന് വേണ്ടി നമ്മൾ ജില്ലാ മെഡിക്കൽ ഓഫീസറോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. അടുത്ത ദിവസം തന്നെ ജില്ലാ മെഡിക്കൽ ഓഫീസർ അനുവദിക്കുന്ന ഡെർമറ്റോളജിസ്റ്റ് ഇവർക്ക് പരിശോധന നടത്തി വേണ്ട കാര്യങ്ങൾ ചെയ്യും. മറ്റ് ഇവരുടെ ഈ ക്യാമ്പ് സ്ഥലത്തുള്ള സാനിറ്റേഷൻ മറ്റു കാര്യങ്ങളൊക്കെ തന്നെ ഞങ്ങൾ സസൂക്ഷ്മം നിരീക്ഷിക്കുകയും വേണ്ടത്ര സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കാൻ വേണ്ടി. ന്യൂസ് ബ്യൂറോ, മീഡിയ വിഷൻ, പേരാമ്പ്ര.